ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രീ ഷൂട്ട് കെയർ ആണ് കേട്ടോ. ഷൂട്ടിന്റെ തലേ ദിവസം ഞാൻ ചെയ്യാറുള്ള ഒരു ഫുൾ ബോഡി കെയർ, അതിന്റെ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എപ്പോ ഈ ഒരു ഡേ വരുമ്പോഴും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ പറ്റാറില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓട്ടമായിരിക്കും. അത് റെഡിയാക്കുക, ഇത് റെഡിയാക്കുക, ഫുൾ ഓട്ടമായിരിക്കും. ഇന്നും സമയമില്ല, എന്നാൽ ഇച്ചിരി സമയമുണ്ട്. അപ്പൊ അത് നമുക്ക് വീഡിയോ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ ഗൈസ്, വീഡിയോക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനൊന്നുമില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ ഫേസ്, ഫുൾ ബോഡി ഒക്കെയാണ് കെയർ ചെയ്യാറുള്ളത്. ഹെയർ ഞാൻ തൊടാറില്ല കേട്ടോ, കാരണം തൊട്ടാ പണി കിട്ടും. എന്തെങ്കിലും മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും അത് വാഷ് ചെയ്ത് നല്ല രീതിക്ക് എനിക്ക് പണിയിട്ട്, അതുകൊണ്ട് ഹെയർ താണ്ട് അതുപോലെ തന്നെയാണ് നിന്നോട്ടെ. സോ ഫേസ് കെയർ ചെയ്യണം, ഫുൾ ബോഡി. ഓക്കെ, ഫുൾ ബോഡി ഷേവിംഗ് ഒക്കെ ഞാൻ പ്രീ ഷൂട്ടിന്റെ തലേ ദിവസമാണ് ചെയ്യാറുള്ളത്. നമുക്ക് നാളെ ടോട്ടൽ 2 കോസ്റ്റ്യൂമിലാണ് ഷൂട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് സ്ലീവ്ലെസ് ആണ്. അതുകൊണ്ട് എനിക്ക് ഐ ആം സോ വറീഡ് അബൌട്ട് എൻ്റെ ചാണ്ട ഇവിടെ ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്. അപ്പം ഫേസ് പാക്ക് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് പ്രിയങ്ക ചോപ്ര ഇൻസ്പയർഡ് ഒരു സ്ക്രബാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ വീഡിയോ ഒരു ഷോർട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ആക്കാം. അപ്പം ഇത് ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ സ്ക്രബ് അപ്ലൈ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ റേഷ്യലിൻ്റെ സ്ക്രബില്ലേ, അത് അപ്ലൈ ചെയ്യും. ഏതെങ്കിലും ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യണം, അതെനിക്ക് മസ്റ്റാണ് കേട്ടോ. സ്ക്രബ് ചെയ്യാണ്ട് പറ്റില്ല, കാരണം ഒന്നാമതേ നാളെ വെയിലത്തൊക്കെ പോണതല്ലേ, അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, അപ്പം ഞാൻ 2 കൈയിലും കഴുത്തിലും മുഖത്തും കുളിക്കുന്നതിന് മുന്നേ കാലിലും സ്ക്രബ് ചെയ്ത് കൊടുക്കുവേ. ആക്ച്വലി ഐ ഹാവ് ഓൾറെഡി ഡൺ മൈ നെയിൽസ്, നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടോ. ഈ ഒരു ഡിസൈൻ, ഈ ഒരു കളർ പറയുമ്പോൾ ജസ്റ്റ് ഒരു കോസ്റ്റ്യൂമിലേ വരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ആക്ച്വലി ഇതൊരു കളറല്ല കേട്ടോ, ഇത് 2 കോംബോ ആണ്. ഒരു സ്കൈ ബ്ലൂ ആൻഡ് ഗ്രീൻ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട്, മിക്സ് ടോട്ടലി ബ്ലെൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സ്കൈ ബ്ലൂ ഇട്ടു, അതിൻ്റെ പുറത്ത് ദാറ്റ് ഗ്രീൻ കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത്. സംഭവം രസമുണ്ടല്ലേ? ഓക്കെ ഗൈസ്, അപ്പം നമുക്കിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി എനിക്കുള്ളത് ഫുൾ ബോഡി ഷേവിങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡ്രിങ്ക് കുടിക്കണം. ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്, അത് കുടിക്കണം. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ. ഈ ദിവസം നല്ല പൊതുവെ നന്നായിട്ട് വെള്ളം കുടിക്കും. ടോക്സിൻസ് ഒക്കെ റിമൂവ് ചെയ്താൽ തന്നെ നല്ലൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കും. അപ്പം ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതൊന്ന് വാഷ് ചെയ്യണം. ഏതെങ്കിലും ഒരു സ്ക്രബ് ഒന്ന് അപ്ലൈ ചെയ്യണമെന്നാണ് മെയിനായിട്ടുള്ള എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പം സ്ക്രബ് അപ്ലൈ ചെയ്താൽ തന്നെ ഫേസിൽ ഒരുവിധം ഇഷ്യൂസൊക്കെ പോയി കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഓൾറെഡി ഞാൻ പ്രിയങ്ക ചോപ്ര ഇൻസ്പയർഡ് ഒരു സ്ക്രബ് ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. എല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്ക്രബാണ് കേട്ടോ ഇത്. ഓക്കെ കണ്ടോ, ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി പരിപാടികൾ. ഞാൻ എന്താ കോസ്റ്റ്യൂംസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഡ്രിങ്ക്, ദിസ് ഈസ് ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ്സ്, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ പ്രോപ്പർട്ടി ഉള്ള, സ്കിൻ നല്ല രീതിക്ക് ഗ്ലോയിങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇത് നമുക്ക് കലക്കി കുടിക്കാം. ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആണ്. വിറ്റമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, എ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലോയിങ് സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവണം, കംപ്ലീറ്റ്ലി. എന്നിട്ട് കുടിക്കാം. ആഫ്റ്റർ മീലിന് ശേഷം കുടിക്കാം, വെറും വയറ്റിൽ കുടിക്കാം, എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. ഉറങ്ങാൻ പോണതിന് മുന്നേ കുടിക്കാൻ ശ്രമിക്കരുത് കേട്ടോ, ബ്ലോട്ടിങ് വരും. ഓക്കെ, റെസിപ്പി വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഐ വിൽ ഷെയർ. ഓക്കെ, ഇതൊന്ന് ഡിസോൾവ് ആകട്ടെ. ഓക്കെ, അപ്പം ഈ സ്ക്രബ് ചെയ്താൽ തന്നെ ഫേസിൽ നല്ല ഡിഫറൻസ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ? നല്ല രീതിക്ക് ഡെഡ് സ്കിൻ സെൽസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്,
ബാക്കി കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോസ്റ്റ്യൂംസും എല്ലാ സംഭവങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാക്കിങ്ങും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഇനി നമുക്ക് പാക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. ആക്ച്വലി ഇതിൽ കുറേ മേക്കപ്പ് പ്രോഡക്ട്സും എടുത്ത് വയ്ക്കാനുണ്ട്, കുറേ ആക്സസറീസും വെക്കാനുണ്ട്, ലിപ്സ്റ്റിക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇനി പാക്കിങ്ങിനുണ്ട് കേട്ടോ ആക്ച്വലി. അപ്പം ഇതൊക്കെ ഇനി സെറ്റാക്കണം. ആൻഡ് സൺസ്ക്രീൻ വെക്കേണ്ടി വരും, ഹെയർ സിറം വെക്കേണ്ടി വരും, സ്കിൻ കെയർ ഐറ്റംസ് ഒന്നും വെക്കില്ല കേട്ടോ. ആൻഡ് ലിപ്സ്റ്റിക്സ്, ഫൗണ്ടേഷൻ, കൺസീലർ, ഐലൈനർ ആൻഡ് ഹലോ. അപ്പം എൻ്റെ ബോഡി ഷേവിങ് റൂട്ടീൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നോർമലി ഷേവ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സ്ക്രബ് ചെയ്യും, അതിന് ശേഷം ഷേവ് ചെയ്യും കേട്ടോ. ഷേവിങ് റൂട്ടീനൊക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. ആൻഡ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേവ്ഡ് പാർട്സിൽ, കാരണം ഭയങ്കര റഫായിരിക്കും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഇത് സാൻഫയുടെ ലോഷനാണ്. ഇത് നല്ല കേട്ടോ, നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സ്കാർസ്, ആക്നെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മാറി കിട്ടും. എൻ്റെ കയ്യിലാണെങ്കിൽ ഫുൾ പൊള്ളിയതിൻ്റെ പാടുകളാണ് കേട്ടോ, മീൻസ് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എണ്ണ തെറിച്ച് പാടാവുക അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആഫ്റ്റർ ഷേവിങ് റൂട്ടീൻ ചെയ്യാം. രണ്ട് കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് അടിപൊളി ലോഷനാണ് കേട്ടോ. മീൻസ് എന്താ പറയുക, വെയിലൊക്കെ കൊണ്ടിട്ട് കയ്യിലൊക്കെ ഒരു ടാൻ വരുമല്ലേ, അതൊക്കെ നന്നായിട്ട് മാറുന്നുണ്ട് കേട്ടോ അത് അപ്ലൈ ആക്കുമ്പോൾ. ഫുൾ ബോഡി അപ്ലൈ ആക്കാം, ഫേസിൽ അപ്ലൈ ആക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഷേവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയാസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ. എന്താ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ മുടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് വിടും കേട്ടോ. മീൻസ് അപ്പം നാളെ ഇത് അയക്കുമ്പം നല്ല കേളി ഹെയർ ആയിട്ട് കിടന്നോളും, കുറച്ചുകൂടി നോക്കാം. ഓക്കെ, ഇത് ഉറങ്ങുന്ന ടൈമാണ്, ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി എന്താ എനിക്ക് നോർമലിയുള്ള സ്കിൻ കെയർ അതൊക്കെ തന്നെ ഉള്ളൂ. മുടി താണ്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന. ആൻഡ് ദിസ് ഇസ് മൈ നൈറ്റി. ഓക്കെ ഗൈസ്, ഓക്കെ ബൈ.